ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ കുട്ടികൾക്കുള്ള സ്കേർട്ട് മോഡൽ ഡുവങ്കരിയാണ്. ഒരു 9 മന്ത് മുതൽ 1 ഇയർ വരെയുള്ള ബേബീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡുവങ്കരിയാണിത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 മീറ്റർ റയോൺ ക്ലോത്താണ്. ഞാൻ എൻ്റെ മോൾക്ക് കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ടൈപ്പ് ഡ്രസ്സാണ്. ഇതാകുമ്പോൾ ഇട്ട് കൊടുക്കാൻ നല്ല ഈസിയാണ്, മാത്രമല്ല കാണാനും നല്ല ഭംഗിയാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ്ലി ഈ 1 മീറ്റർ ക്ലോത്ത് നമുക്ക് 4 ആയിട്ട് ഫോൾഡ് ചെയ്യണം. അതിനാദ്യം ഇങ്ങനെ സെൻറ്റർ ഒന്ന് മടക്കണം. സെൻറ്റർ മടക്കി കഴിഞ്ഞിട്ട് ദെൻ ഒന്നും കൂടി സെൻറ്റർ മടക്കണം. അപ്പൊ ഇങ്ങനെ ചെറിയൊരു സ്ക്വയർ ഷേപ്പ് നമുക്ക് കിട്ടും. ദെൻ ഈ സ്ക്വയറിന്റെ ഈ ഭാഗം ഓപ്പൺ ആയിട്ടുള്ള ഭാഗമല്ല, അല്ലാതെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് വേണം സ്കേർട്ട് കട്ട് ചെയ്ത് എടുക്കാൻ. ഓക്കെ, അതേവണ്ണം 24 ഇഞ്ചാണ് എടുക്കുന്നത്. 24ന്റെ 4 ഭാഗം നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. 6 ഇവിടെ മാർക്ക് ചെയ്തു. ദെൻ 6ന്റെ ഈ ലൈന് വെച്ചിട്ട് ലെങ്ത്, സ്കേർട്ട് ലെങ്ത് 11 ആണ്. 11 ഓരോ ഡോട്ട് ഇട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. 11 മാർക്ക് ചെയ്ത് ദെൻ 11 ഈ മാർക്കിൽ കൂടെയൊക്കെ നമുക്കൊരു ലൈൻ വെച്ച് യോജിപ്പിക്കാം. ദെൻ കട്ട് ചെയ്യാം. സർക്കിൾ ആയിട്ടുള്ള ഒരു പീസ് കിട്ടും. ബാലൻസ് പീസിൽ നിന്ന് ഇതിനൊരു വള്ളി കൊടുക്കാൻ വേണ്ടി നമുക്ക് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കാം. 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. മുപ്പത് ഇഞ്ച് നീളവും 2.5 ഇഞ്ച് വീതിയുള്ള നമ്മളൊരു പീസ് ഇതിൽ നിന്ന് കട്ട് ചെയ്തു. ഇത് നമുക്ക് സെന്റർ ഒന്ന് കട്ട് ചെയ്ത് 2 പീസാക്കി എടുക്കാം. ഓക്കെ, 2 ഇഞ്ച് വീതിയിൽ 30 സെന്റിമീറ്റർ ഒരു പീസും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ദെൻ ഇതും സെന്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് 2 വള്ളിയാക്കി എടുക്കാം. സ്കേർട്ടിന് ലൈനിങ് പോർഷൻ വെക്കാൻ വേണ്ടി 24 ഇഞ്ച് വീതിക്ക് ഒരു 8 ഇഞ്ച് വീതിയുള്ള ചെറിയൊരു ക്ലോത്തും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ ഇതില് എലാസ്റ്റിക് വേണം. നമ്മൾ എലാസ്റ്റിക് ഇട്ടിട്ടുള്ള സ്കേർട്ടാണ്. ഇതിന് എലാസ്റ്റിക് വേണം. എലാസ്റ്റിക് ഒരു 18 ഇഞ്ച്, അരവണ്ണം 18 ഇഞ്ചാണ്. 18 ഇഞ്ച് എലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ദെൻ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ക്ലോത്തിന്റെ നല്ല വശം താഴ്ഭാഗത്തിട്ട് ചീത്തവശം വേണം നമ്മൾ തയ്ക്കാൻ. ചീത്തവശത്ത് ഇവിടെ ഈ അറ്റത്ത് ഡബിൾ ഫോൾഡ് ചെയ്യണം. ഫസ്റ്റ് ഒന്ന് മടക്കി ദെൻ ഒന്നും കൂടി മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. മടക്കി തയ്ച്ചതിന് മുകളിൽ കൂടി ഒന്നും കൂടി അടിച്ച് 2 ലൈൻ കൊടുക്കണം. എങ്കിൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ചുളിവും മടക്കുകളൊന്നും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ലൈനിങ് പീസിന്റെ ഒരു സൈഡ് നമുക്ക് ഇതുപോലെ മടക്കി തയ്ക്കാം. ലൈനിങ്ങിന്റെ നല്ല വശവും നമ്മൾ നല്ല തുണിയുടെ നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ട് തയ്ക്കാം. ലൈനിങ്ങിന്റെ ഇവിടെ ചെറുതായിട്ട് കുറച്ച് തുമ്പങ്ങ് വിട്ടിട്ട് വേണം തയ്ക്കാൻ. അരഭാഗം, 2ന്റെ അരഭാഗം ഒന്നിച്ച് വെച്ച് നല്ല വശം ചേർത്ത് വെച്ച് സ്കേർട്ടിൽ നമ്മൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തു. ഈ 2ന്റെയും 2 തുമ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യാം. ഓക്കെ, ദെൻ നല്ല വശം മറിച്ചിടാം. അപ്പം ഇതാ നമുക്ക് 2ന്റെ നല്ല വശമായിട്ട് ഇങ്ങനത്തെ ഒരു പോർഷൻ കിട്ടും.
ഈ സ്പേസിൽ ഒന്നും കൂടി വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ക്കണം, എങ്കിലേ ഒരു ബലമായിട്ട് ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടി കീറി പോവാനൊക്കെ ചാൻസ് ഉണ്ട്. സ്കേർട്ടിൽ നമ്മൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിന് നല്ല വശം എടുക്കാം. നല്ല വശം എടുക്കുമ്പോൾ ഇതാ ഇങ്ങനെ നമുക്ക് കിട്ടും. ഈ ലൈനിങ് ഉള്ളിലോട്ട് കൊടുക്കുക, ഇതുപോലെ കിട്ടും. നമുക്കിവിടെ ഇത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് വെച്ച് ഒന്നിങ്ങനെ മടക്കി ഒന്ന് പിടിച്ച് ഇതുവഴി ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, പതിച്ച് തയ്ച്ചു കൊടുക്കാം. എങ്കിലേ ഇത് പെട്ടെന്നൊന്നും പൊട്ടിപ്പോവാതെ നല്ല ബലത്തിൽ നിൽക്കുള്ളൂ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇലാസ്റ്റിക് പിടിപ്പിക്കാം. ഇത് ഇവിടുന്ന് 1 ഇഞ്ച് ലെങ്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ വേണം നമുക്ക് ഇലാസ്റ്റിക് വെക്കാൻ. ഇലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. എപ്പോഴും ഇലാസ്റ്റിക് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെച്ചിട്ട് ഒന്ന് ഡോട്ട് ഇടണം. അല്ലെങ്കിൽ നമ്മൾ പിടിച്ച് വലിക്കുമ്പോഴത്തേക്കും ഇത് പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് ഡോട്ടിട്ട് തയ്ച്ചതിന് ശേഷം വേണം പിടിച്ച് വലിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ. സ്കേർട്ട് അങ്ങനെ ഫിനിഷ് ചെയ്തു. ഇനി ഇതിലോട്ടുള്ള വള്ളി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഫസ്റ്റ് നമ്മൾ നല്ല ലെങ്ത് ഉള്ള പീസ് എടുത്തില്ലേ, ഈ ലെങ്ത് ഉള്ള പീസിൻ്റെ ഒരു സൈഡ് എടുത്ത് നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. 2 പീസും ഇതേപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. പീസും ഇങ്ങനെ ഓരോ ലൈൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിൻ്റെ അറ്റത്ത് നിന്ന് ഈ 2 നൂലുണ്ടല്ലോ, ഈ 2 നൂലിൽ ഒരു നൂല് പിടിച്ച് വലിക്കാം. ഒരു നൂല് പിന്നെ വലിക്കുമ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ നൂല് പൊട്ടിപ്പോവാൻ പാടില്ല. പൊട്ടിപ്പോവാതെ പതിയെ പിടിച്ച് വലിക്കണം. രണ്ട് പീസും നമ്മൾ ഇതുപോലെ നിറുവിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ 50 ഇഞ്ചസിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തില്ലേ, ഈ സെയിം ലെങ്ത്തിൽ വേണം ഈ പീസ് നമുക്ക് കറക്റ്റാക്കി എടുക്കാനായിട്ട്. നമുക്കിത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം. ഈ പീസിൻ്റെ ഈ തുമ്പ് ഒന്ന് മടക്കി ഇതിന് നമ്മൾ ഈ നൂല് വലിച്ച ഭാഗമില്ലേ, ഈ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ജസ്റ്റ് ഒന്ന് മടക്കി ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഓക്കെ, ചെറിയ പീസുമായിട്ട് അങ്ങനെ നമ്മൾ ജോയിൻ ചെയ്തു. ഇനി ഇവിടെ ഒന്നും കൂടി ഒന്ന് മടക്കി തയ്ക്കണം. ഒന്നും കൂടി ഇങ്ങനെ ഒന്ന് മടക്കി തയ്ക്കാം. 2 പീസ് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് തയ്ക്കണം. ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷം ഇതാ ഈ സൈഡിൽ കൂടെ ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. എങ്കിലും ഒരു ബെൽറ്റ് പോലെ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുള്ളൂ. വലിച്ച് പിടിച്ച് തുമ്പത്തൂടി വലിച്ച് പിടിച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ദെൻ നമുക്ക് ഈ വള്ളി ഈ ബെൽറ്റ് സ്കേർട്ടിൽ വെക്കാം. സ്കേർട്ടിന്റെ പോർഷൻ എടുത്ത് ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യാം. ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ തന്നെ നമുക്ക് സെന്റർ മനസ്സിലാവും.
ഈ സെൻറ്റർ ഒരു ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്യാം. സെൻറ്റർ മാർക്ക് ചെയ്ത് സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് ലെങ്ത് എടുക്കാം. 3 ഇഞ്ച്. സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ച് ലെങ്ത് എടുത്ത് മാർക്ക് ചെയ്യാം. ഇത് തന്നെ 2 സൈഡിലും മാർക്ക് ചെയ്യാം. നാല് പീസിലും 3 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്യാം. ദെൻ നമുക്കിത് ബെൽറ്റ് വെച്ച് കൊടുക്കാം. ഈ മാർക്ക് ചെയ്ത പോർഷൻ്റെ ഇവിടെ ബെൽറ്റ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ബെൽറ്റിൻ്റെ നല്ല വശവും സ്കേർട്ടിൻ്റെ ചീത്ത വശവും ചേർത്ത് വെച്ച് ഈ എലാസ്റ്റിക്കിൻ്റെ അവിടെ മാർക്കിൻ്റെ പോർഷനിൽ ഈ ഫ്രില്ല് വരണം. ഇതുപോലെ വെച്ച് ഒരു 2 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ഈ എലാസ്റ്റിക്കിൻ്റെ ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 4 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ബാക്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ക്ലോത്ത് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ക്രോസ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്കേർട്ട് ഡുങ്കരി അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഇനി 2 ബട്ടൺസ് വെക്കാം. ഈ സ്കേർട്ട് ഡുങ്കരിയിൽ ഞാൻ 3 ബട്ടൺസ് വെച്ചിട്ടുണ്ട്. ബാക്ക് പോർഷനിൽ ക്രോസ് വരുന്ന ഈ പോർഷനിൽ 1 ബട്ടൺസും ഫ്രണ്ടിൽ 2 ബട്ടൺസും ഇങ്ങനെ 3 ബട്ടൺസാണ് ഞാൻ വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് ബട്ടൺസോ ഫ്ലവറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും വെക്കാം. ഈ ബട്ടൺസും ഫ്ലവറും ഒന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടാണേലും ഇതിട്ടാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഒരു 9 to 12 months വരെയുള്ള 1 year വരെയുള്ള കുട്ടികൾക്ക് ഈ ഡ്രസ്സ് യൂസ് ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സ് ആകുമ്പോൾ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് വെയർ ചെയ്യാം. നമ്മുടെ സ്കേർട്ട് ഡുങ്കരിയുടെ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ആയി. എത്ര സ്റ്റിച്ചിങ് അറിയാത്ത ആളുകൾക്ക് പോലും നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത്. ഇത് ഇട്ടാൽ തന്നെ നല്ല ഭംഗിയായിരിക്കും കുട്ടികൾ ഇട്ടാലൊക്കെ കാണാൻ. ഇത് ഞങ്ങളുടെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ടാകുമെന്നറിയാം. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങൾ അതെല്ലാം പരിഹരിച്ച് മാക്സിമം ഇംപ്രൂവ് ചെയ്ത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്നും ഇഷ്ടമായെന്നും കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ.